പച്ചപ്പഴം ഉണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. സംഭവം അടിപൊളി ടേസ്റ്റ് ആയത്. ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നേന്ത്രപ്പഴം ഇട്ട് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അതിന്റെ നേരമൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ വെള്ളത്തിലാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയും കൂടി എടുക്കുന്നുണ്ട്. അതും ചെറുതായി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും. നിങ്ങളെടുത്ത് കാന്താരി ഉള്ളതെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കൂടി ഒന്ന് പൊട്ടി വരുന്ന ടൈം നമ്മളെ പഴവും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ കാക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വേഗം പഴം വെന്ത് കിട്ടും. ഞാൻ ഇവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഇതാ തേങ്ങയും കുറച്ച് കറിവേപ്പിലും ഇട്ടുള്ളത് സംഭവം സെറ്റായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ.